കേട്ടാളിയാ, സ്വന്തം പെങ്ങളാണേലും പറയാതിരിക്കാൻ പറ്റിയല്ല. സത്യം, പെണ്ണുങ്ങൾ അധികാരത്തിൽ വന്നോണ്ടല്ലോ നമ്മുടെ ആണുങ്ങളെ എതി കേട്ടോ അളിയാ. അതോ ഗതി അളിയനോടെ കൂടെ അങ്ങ് ഓടിച്ചേ ഒളി. അളിയൻ ഇപ്പൊ തന്നെ ഓവറാട്ടോ. നിന്നെ ഡ്യൂട്ടി വല്ലതും ഉണ്ടോ? ആ, ഞാൻ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമല്ലേ. ഡ്യൂട്ടി കഴിഞ്ഞല്ലേ ഇത്ര ധൈര്യമായിട്ട് ഞാൻ കൂടുന്നേ. അളിയ, ഓ അളിയനാണ് എന്റെ യഥാർത്ഥ അളിയൻ. ആയിക്കോട്ടെ. ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി തെണ്ടി നടക്കുകയായിരുന്നു ഞാനിതിനല്ല. ദൈവത്തിന്റെ ദൂതനെ പോലെ അളിയൻ ഈ വില കൂടിയ മദ്യം അമൃത് പോലെ എനിക്ക് കൊണ്ട് തന്നു. എന്റെ ദൈവമേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അളിയൻ കുടിയളിയ, വയറ് നിറയും കുടിയളിയ. ഈ കോൺസ്റ്റബിൾ പങ്കിജാശൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അളിയന് കള്ളുകുടിയിൽ ഒരു മുട്ടും പരിയല്ല. അമ്മയാണ് സത്യം അളിയ. അളിയന്റെ സ്നേഹത്തിന് മുമ്പ് ഞാൻ ഒന്നുമല്ലാതായി പോണല്ലേ. പറ, അളിയന്റെ പാവന സ്മരണക്ക് മുന്നിൽ ഞാൻ എന്താ ചെയ്യണ്ട? പറ. അളിയൻ എനിക്ക് ഒന്നും ചെയ്യണ്ട. എനിക്കൊരാഗ്രഹം ഉണ്ട് അളിയ. അളിയന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അടിച്ചേച്ചും ചത്താ മതിയെന്നുള്ളൂ. അളിയന് എന്താ വേണ്ട? അളിയൻ എന്നാലും ഓസിയാർ വേണോ, ഉപ്പിയാർ വേണം? ഇതെല്ലാം കൂടി ഒരു ദിവസം ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് അളിയനെ കുടിപ്പിക്കും. കുടിപ്പിക്കാൻ മാത്രല്ല, അളിയനെ കുടിപ്പിച്ച് ഞാൻ കിടത്തിരിക്കും. ഞാനാ പറയുന്നത്. അത് വെള്ളവാ. ഞാൻ അളിയനെ കിടത്തിരിക്കും. എന്നെ കിടത്ത അതിന് മുമ്പ് അളിയനൊന്ന് ചാച്ച്. അല്ല, ഞാൻ എന്റെ അമ്മച്ചിയാണ് പേര്. ഞാൻ കിടത്തും. എന്റെ അളിയന്റെ കാര്യം ഒരു തീരുമാനമായി. ഞാൻ കിടക്കും. ഇനി ഞാനിവിടെ ഇരുന്ന എന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും. ഞാനങ്ങോട്ട് വിടുക ആളിയാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബോധം വരുമ്പോ ആളിനെ വീട്ടിൽ പൊക്കോണം. ഓക്കെ? ഞാൻ